നമസ്കാരം. അൾട്ടിമേറ്റ് ലൈഫ് വിഷൻ എന്ന ഈ ചാനലിലേക്ക് സ്വാഗതം. The White Fang by Jack London. മാസങ്ങളോളം നീണ്ടുനിന്ന ആ റെഡ് ഇന്ത്യൻ കോളനിയിലെ വാസം വൈറ്റ് ഫാങ്ങിന് ഓരോ ദിവസവും ഓരോ അനുഭവങ്ങളായിരുന്നു. മിക്കവാറും ദിവസങ്ങളിൽ മറ്റ് നായ്ക്കളുമായിട്ടുള്ളൊരു ഫൈറ്റ് ഉണ്ടാവും. പിന്നെ അവയുടെ ഉടമസ്ഥരിൽ നിന്ന് ഉള്ള വഴക്ക് കേൾക്കാം. ചില സമയത്ത് ഗ്രേ ബീവർ വിളിക്കുമ്പോൾ എത്താൻ ഇത്തിരി വൈകിയ അങ്ങേരുടെ നടിയിട്ടും പല സ്ത്രീകളും സ്നേഹത്തോടെ അവനെ വിളിച്ച് ഭക്ഷണം കൊടുക്കും. ഇത്തരം ഒരുപാട് അനുഭവങ്ങളോടെ മുന്നോട്ട് പോകുന്നതിനിടയിൽ ആ ക്യാമ്പിൽ വരുന്ന ചില മാറ്റങ്ങൾ വൈറ്റ് ഫാങ് ശ്രദ്ധിക്കുകയാണ്. ചെന്നായയുടെ ശരീരത്തിനോടൊപ്പം സാധാരണ ഒരു നായയുടെ ബുദ്ധിയും അവനുണ്ടല്ലോ. ചിലപ്പോൾ അവന് മനസ്സിലായ ഒരു കാര്യം, അത്രയും കാലം അവൻ ഇത്തരം പല മാറ്റങ്ങളും അവിടുന്ന് ഓരോരോ ചെറിയ ചെറിയ വിഭാഗങ്ങളായിട്ട് ക്യാമ്പ് വിട്ടു പോകുന്നവർ കണ്ടിട്ടുണ്ട്. ആ പോകുമ്പോഴുള്ള പാക്കിങ്ങും കാര്യങ്ങളും ഒക്കെ അവർക്കറിയാം. ഇപ്പോൾ ഇതാ ക്യാമ്പ് മൊത്തം പാക്കിങ് നടന്നുകൊണ്ടിരിക്കുന്നു. ഓരോരോ കൂടാരങ്ങളായിട്ട് അഴിക്കുന്നു, വള്ളങ്ങളിൽ കയറ്റുന്നു, കൊണ്ടുപോകുന്നു. അവന് മനസ്സിലായി ക്യാമ്പ് മറ്റൊരു സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ചെയ്യുകയാണ്. ആ മനസ്സിലാക്കിയത് സത്യം തന്നെയാണ്. കാരണം വിൻ്റർ തുടങ്ങാറായി. വിൻ്റർ തുടങ്ങിക്കഴിഞ്ഞാൽ ഇനിയിപ്പോൾ അവിടെ കാര്യമായിട്ട് ഭക്ഷണമൊന്നും കിട്ടില്ല, മൃഗങ്ങളുടെ എണ്ണം കുറയും. നമ്മൾ ഈ കഥയുടെ തുടക്കത്തിൽ കണ്ട പോലെ ബില്ലിൻ്റെ ഹെൻറിയൊക്കെ നടത്തിയിരുന്ന പോലുള്ളൊരു അവസ്ഥയായിരിക്കും. അപ്പോൾ അതിനു മുമ്പ് കുറച്ചുകൂടി നല്ല സ്ഥലത്തേക്ക് ക്യാമ്പ് മാറ്റണം. വൈറ്റ് ഫാങ്ങിന് വാസ്തവത്തിലൊരു ഞെട്ടലാണ് ഉണ്ടായത്. ക്യാമ്പിലെത്തി അധികം വൈകാതെ ലോകത്തെ ഏറ്റവും പ്രിയപ്പെട്ട അവൻ്റെ അമ്മയെ അവന് നഷ്ടപ്പെട്ടു. ഇപ്പോൾ അത് അവൻ്റെ പ്രിയപ്പെട്ട കാർഡും നഷ്ടപ്പെടാൻ പോകുന്നു. അവനൊരു കാര്യം തീരുമാനിച്ചു, ഒരു കാരണവശാലും ഈ കാട് വിട്ട് ചെയ്യാൻ പോകില്ല. അവൻ നോക്കിയിരിക്കുക. ഒരു ദിവസം ഗ്രേ ബീവറുടെ കൂടാരവും അഴിച്ച് അയാളുടെ വെള്ളത്തിൽ കയറ്റുന്നു. അവന് മനസ്സിലായി ഇന്ന് സ്ഥലം വിടും. അപ്പോൾ എല്ലാവരും ആ കൂടാരമൊക്കെ കഴിക്കുന്ന ചെറുക്കൻ്റെ ഇടയിൽ അവൻ മെല്ലെ കാട്ടിൻ്റെ അകത്തേക്ക് നടന്നു. ഇടതൂർന്ന് നിൽക്കുന്ന ഒരു കുറ്റിക്കാട്ടിൻ്റെ അകത്തേക്ക് അവൻ നൂണ്ട് കയറി അവിടെ കിടപ്പായി. അല്പം കഴിഞ്ഞ് ഗ്രേ ബീവറുടെ വിളി അവൻ കേട്ടു. അവൻ പതിവ് ഓർമ്മയ്ക്ക് ചാടിയൊക്കെ എണീറ്റു. പിന്നെയാണ് ആലോചിച്ചത് പോകരുതല്ലോ, അവിടെ തന്നെ കിടന്നു. പേടിയുണ്ട്, കാരണം വിളിക്കുമ്പോൾ ചെന്നില്ലെങ്കിൽ കഠിന ശിക്ഷയാണ്. കുറേ നേരം ഗ്രേ ബീവറുടെ മകനും ഗ്രേ ബീവറുടെ സെർവൻറ്റും എല്ലാം വിളിച്ചെങ്കിലും വൈറ്റ് ഫാങ് കിടന്നവിടെ നനങ്ങിയില്ല. കുറച്ച് കഴിഞ്ഞാൽ വിളികളൊക്കെ അടുത്തോട്ട് വരുന്നത് അവന് മനസ്സിലായി. അതിൻ്റെ അർത്ഥം അവരെല്ലാം കാട്ടിൻ്റെ അകത്ത് അന്വേഷിക്കുകയാണ്. പക്ഷേ അവൻ കിടന്നിരുന്ന ആ കുറ്റിക്കാട്ടിൻ്റെ അകത്തോട്ട് അവർക്കൊന്നും കയറാൻ കഴിയില്ല. കാട് മൊത്തം ഒന്ന് നോക്കി പരിശോധിച്ച ശേഷം അവർ തിരിച്ചുപോയി. പിന്നീട് കുറേ നേരത്തേക്ക് ശബ്ദമൊന്നും കേട്ടില്ല. അവൻ പുറത്തിറങ്ങി സ്വാതന്ത്ര്യം അവന് അങ്ങ് ആവേശം കൊള്ളിച്ചു. അവൻ കാട്ടിൻ്റെ അകത്തൂടെ കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടന്നു. മെക്കൻസി റിവറിലിറങ്ങി വെള്ളം കുടിച്ചു. അങ്ങനെ ആവേശകരമായിട്ട് വൈകുന്നേരം എത്തി. നേരെ ഉരുട്ടി തണുപ്പ് ബാധിച്ചപ്പോഴാണ് അവന് പെട്ടെന്ന് പരിസരബോധം വന്നത്. കാരണം ഇപ്പോൾ കുറച്ചു കാലമായിട്ട് കാട്ടിൻ്റെ അകത്തല്ലല്ലോ താമസം. മനുഷ്യരുടെ കൂടാരത്തിൻ്റെ അടുത്ത് തീയുടെ ചൂടൊക്കെ പറ്റി കിടന്നാണ് ശീലം. ഇപ്പം ആസകലം തണുത്ത് കുറയ്ക്കുന്നു. ഒപ്പം അവന് മറ്റൊരു ഫീലിംഗ്, ഏകാന്തത. ക്യാമ്പിൽ വന്ന കാലത്ത് അവിടെ ഒച്ചയും ബഹളമൊന്നും ഇഷ്ടപ്പെടില്ലായിരുന്നു. കാടിൻ്റെ ഏകാന്തത അന്വേഷിച്ച് പോകണം എന്ന് വിചാരിച്ച വൈറ്റ് ഫാങ്ങിന് ഇപ്പം ഏകാന്തത ഫീൽ ചെയ്യുന്നു. എന്തെങ്കിലും രീതിയിലുള്ള ഒരു കമ്പാനിയൻഷിപ്പ്, ഒന്നുകിൽ ഗ്രേ ബീവർ, തല്ലിയാലും വേണ്ടില്ല, ഗ്രേ ബീവറുടെ കൂടെ കൂടണം. അതല്ലെങ്കിൽ അവൻ്റെ വർഗത്തിൽപ്പെട്ട ബാക്കി ജീവികൾ അവരുടെ കൂടെ ഫൈറ്റ് നടത്തിയാലും വേണ്ടില്ല, അവരൊക്കെ വേണം. വേലക്കാരെ ചിലപ്പോൾ വടിയെടുത്തടിക്കും, എന്നാലും വേണ്ടില്ല, അവർ വേണം. അങ്ങനെയുള്ളൊരു തോന്നൽ അവനെ ബാധിക്കുകയാണ്. നേരെ നല്ലപോലെ ഇരുട്ടി, തണുപ്പ് വിറയ്ക്കുകയാണ്. ആ വിറയോട് അവൻ മെല്ലെ പുറത്തിറങ്ങി ആ ക്യാമ്പ് നിന്ന ഭാഗത്തേക്ക് ഓടി. അവിടെ ഇനിയിപ്പോൾ ക്യാമ്പില്ല, എന്നാലും അവിടെ എത്തി. അവൻ അവിടെ എല്ലാം ഒന്ന് മണത്ത് നടന്നു. അതിനുശേഷം ഗ്രേ ബീവറുടെ കൂടാരം നിന്ന ഭാഗത്ത് അവനിരുന്നു. കുറച്ചു നേരം അങ്ങനെ ഇരുന്നു. ഈ ആ ഇരിപ്പിൻ്റെ ഇടയിൽ ആദ്യം അവൻ ഓർമ്മ വന്നത് അവൻ്റെ ആദ്യത്തെ വേർപാട്, അതായത് കിച്ചയെക്കുറിച്ചായിരുന്നു. പിന്നെ ഇപ്പോൾ അതാ ക്യാമ്പും പോയിരിക്കുന്നു. മനസ്സിലിങ്ങനെ എന്തെല്ലാമോ വികാരങ്ങൾ. നമ്മൾ ദുഃഖം എന്ന് പറയും, അവർക്കെന്ത് തോന്നിയോ. ഏതായാലും അവൻ മാനത്തേക്ക് നോക്കി. ചന്ദ്രൻ ഉദിച്ചു നിൽക്കുന്നുണ്ട്. ആ ചന്ദ്രനെ നോക്കിക്കൊണ്ട് മനസ്സിലെ വികാരങ്ങളെല്ലാം അവനൊരു ശബ്ദമായിട്ട് പുറത്തേക്ക് വരുത്തി. അതായത് നമ്മളൊക്കെ പറയുന്ന വുൾഫ് ഹൗൾ, ചെന്നായുടെ ഓരിയിടൽ. അവൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് അവൻ ഓരിയിടുകയാണ്. വളരെ നേരം നീണ്ടു നിന്ന ഒരു ഓരിയിടൽ. അതിനുശേഷം ആ സ്ഥലത്ത് തന്നെ അവൻ ചുരുണ്ടുകൂടി കിടന്നു. സ്വന്തം വാല് കൊണ്ട് ശരീരം പറ്റുന്നത്രയൊക്കെ മൂടി തണുപ്പിൽ നിന്ന് രക്ഷപ്പെട്ടുകൊണ്ട് അവൻ കിടന്നു. നേരം വെളുത്തതും വൈറ്റ് ഫാങ് ചാടി എഴുന്നേറ്റു. പിന്നെ ഒന്നും ആലോചിച്ചില്ല, അവൻ ഓടാൻ തുടങ്ങി.
വള്ളം പോയ ദിശ നോക്കി അവൻ മെക്കൻസി റിവറിൻ്റെ കരയിലൂടെ ഓടാൻ തുടങ്ങി. ഓട്ടം അവനൊരു പ്രശ്നമല്ല, അവൻ കാട്ടുജീവിയാണ്, ഓടി ശീലമുള്ളതാണ്. പക്ഷേ സാധാരണ ഒരു കാട്ടുജീവി ഓടുന്ന രീതിയിലുള്ള ഓട്ടമല്ല. നമ്മൾ ഈ കഥയുടെ തുടക്കത്തിൽ കണ്ടിട്ടുണ്ട്, കിച്ചയുടെ നേതൃത്വത്തിൽ ഒരു വുൾഫ് പാക്ക് ദിവസക്കണക്കിന് ഓടുന്നുണ്ട്. പക്ഷേ അതൊരു മീഡിയം സ്പീഡിലായിരിക്കും. വൈറ്റ് ഫാങ് ഓടുന്നത് അങ്ങനെയല്ല, അവൻ്റെ മാക്സിമം സ്പീഡിൽ എത്രയും പെട്ടെന്ന് ഗ്രേ ബീവറുടെ ക്യാമ്പിലെത്തണം, അതാണ് അവൻ്റെ ലക്ഷ്യം. ഒപ്പം മറ്റു ചില വികാരങ്ങൾ അവനെ ബാധിക്കുന്നുണ്ട്. പ്രധാനമായിട്ടും വിശപ്പ്, കഴിക്കാനൊന്നുമില്ല. കാട്ടിൻ്റെ അകത്തും ഈ പറഞ്ഞ പോലെ വിൻ്റർ എന്ന് പറഞ്ഞാൽ ക്ഷാമകാലമാണ്, ഒന്നും കിട്ടില്ല. ആ വിശപ്പിനെ വകവയ്ക്കാതെ ഇടയ്ക്കിടയ്ക്ക് മെക്കൻസി റിവറിൽ വെള്ളം മാത്രം കുടിച്ചുകൊണ്ട് അവനാൽ കഴിയുന്ന മാക്സിമം സ്പീഡിൽ ഓടാൻ തുടങ്ങി. കുറച്ചു നേരമൊന്നുമല്ല, തുടർച്ചയായി 30 മണിക്കൂർ അവൻ ഓടി. ഭക്ഷണം കഴിച്ചിട്ട് അതിനകം 40 മണിക്കൂർ കഴിഞ്ഞിരുന്നു. ഇതിനിടയിൽ പല അപകടങ്ങളും പറ്റി. കാരണം ഈ മഞ്ഞ് ഫോം ചെയ്ത് തുടങ്ങുമ്പോൾ എല്ലാ ഭാഗത്തും മഞ്ഞ് കട്ടിയായിട്ടുണ്ടാവില്ല. ചില ഭാഗത്ത് മഞ്ഞ് താഴേക്ക് പോകും. അത് മിക്കവാറും ചെന്ന് വല്ല വെള്ളക്കുഴിയിലായിരിക്കും വീഴുക. ഐസ് പോലെ തണുത്ത് കിടക്കുന്ന വെള്ളം, അതിൽപ്പെട്ട് പലപ്പോഴും അവൻ വല്ലാതെ വിഷമിച്ചു. ഒരു വിധമൊക്കെ നീന്തി കരയ്ക്ക് കയറും, അപ്പോഴേക്കും ആകെ ക്ഷീണിച്ചിരിക്കും. ഇതിനിടയിൽ ഈ തുടർച്ചയായിട്ടുള്ള അതിവേഗതയിലുള്ള ഓട്ടം കാലിനടിവശം മുഴുവൻ മുറിയാൻ തുടങ്ങി. അതിൽ നിന്ന് ബ്ലഡ് പുറത്തേക്ക് വരാൻ തുടങ്ങി. അവസാനം അവൻ്റെ ഓട്ടത്തിൻ്റെ വേഗത കുറഞ്ഞ് ഒരു മുടന്തലിൻ്റെ ശൈലിയിലേക്ക് മാറി. കുറച്ചുകൂടി കഴിഞ്ഞപ്പം മുടന്തലൊക്കെ പോയി ഒരു തരം വല്ലാത്തൊരവസ്ഥയിൽ, അത്രയും ദയനീയമായ രീതിയിൽ എന്നാലും അവൻ മുന്നോട്ടുള്ള ആ ഒരു നീക്കം അവസാനിപ്പിച്ചില്ല. ആ മെക്കൻസി റിവറിൻ്റെ കരയിലൂടെ അവൻ മുന്നോട്ട് നീങ്ങിക്കൊണ്ടേയിരുന്നു. പിന്നെ ചെന്നായയും നായയും ചേർന്ന ഒരു രൂപമാണ്. ചെന്നായയുടെ ശക്തിയും നായയുടെ ബുദ്ധിയൊക്കെ ഉണ്ട്, എന്നാലും മനുഷ്യനെ പോലെ ചിന്തിക്കാനുള്ളൊരു കഴിവൊരിക്കലും അവർക്കില്ലല്ലോ. അവനൊരിക്കലും ചിന്തിച്ചില്ല ഈ മെക്കൻസി റിവറിൻ്റെ മറുകരയിലാണ് ഗ്രേ ബീവർ ക്യാമ്പ് ചെയ്യുന്നതെങ്കിൽ അവരൊരിക്കലും കണ്ടുമുട്ടില്ല. വാസ്തവത്തിൽ ഗ്രേ ബീവറുടെ പ്ലാനും അത് തന്നെയായിരുന്നു. പക്ഷേ പോകുന്ന വഴിക്ക് ഈ കരയിൽ ഒരു മൂസ് എന്ന മൃഗത്തിനെ ഗ്രേ ബീവറുടെ സെർവൻറ്റ് കണ്ടു. ഗ്രേ ബീവർ റൈഫിൾ എടുത്ത് തന്നെ ഷൂട്ട് ചെയ്തു. ഉന്നം തെറ്റിയില്ല, അതവിടെ ചത്തു വീണു. അതോടെ അന്നത്തെ ക്യാമ്പ് അവിടെ തന്നെ ആക്കാം എന്ന് ഗ്രേ ബീവർ തീരുമാനിച്ചു. അവിടെ വള്ളം അടുപ്പിച്ചു. ടെമ്പററി ക്യാമ്പാണ്, അതുകൊണ്ട് കൂടാരം കെട്ടിയിട്ടില്ല. തൽക്കാലം ചില അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ ചെയ്ത് അവർ മൃഗത്തിനെ എല്ലാം കൊന്ന് പാചകം ചെയ്ത് കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് ഇഴഞ്ഞു നീങ്ങി വൈറ്റ് ഫാങ് അവിടെ എത്തി. ആ സമയത്ത് ഗ്രേ ബീവർ ഒരു കഷ്ണം ചുട്ട ഇറച്ചി കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഒരു വസ്തു തൻ്റെ നേരെ ഇഴഞ്ഞൊഴിഞ്ഞ് വരുന്നതായിട്ട് ഗ്രേ ബീവർ കാണുന്നത്. ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലായി, മറ്റൊന്നുമല്ലാതെ വൈറ്റ് ഫാങ്. വൈറ്റ് ഫാങ് ഇഴഞ്ഞൊഴിഞ്ഞ് വന്ന് ഗ്രേ ബീവറുടെ കാൽ കീഴിൽ കിടപ്പായി. അവനറിയാം അടുത്ത നിമിഷം അടി വീഴും. കാരണം വിളിച്ചിട്ട് ചെന്നില്ല എന്നുള്ള ഒരു കുറ്റം, ദൈവത്തിൻ്റെ ആജ്ഞ അനുസരിച്ചില്ല എന്നുള്ള കുറ്റം താൻ ചെയ്തിരിക്കുന്നു. അതിനുള്ള ശിക്ഷ അനുഭവിക്കാൻ തയ്യാറായിട്ട് അവൻ കിടക്കുകയാണ്. ഗ്രേ ബീവറുടെ കയ്യെ അനങ്ങുന്നത് അവൻ മനസ്സിലാക്കി. അപ്പോൾ ഉറപ്പിച്ചു അടുത്ത ഇൻസ്റ്റൻറ്റിൽ അടി. പക്ഷെ അടി വീഴുന്നില്ല. അവൻ മെല്ലെ തല പൊന്തിച്ച് നോക്കി. അപ്പോൾ സംഭവിച്ചത് മറ്റൊരു കാര്യമായിരുന്നു. ഗ്രേ ബീവർ അരയെന്ന് കത്തിയെടുത്തു. അയാൾ കഴിച്ചുകൊണ്ടിരുന്ന ആ ഇറച്ചിയുടെ കഷ്ണം രണ്ടായിട്ട് മുറിച്ചു. അതിൽ ഒരു ഭാഗം വൈറ്റ് ഫാങ്ങിന് നീട്ടി. വൈറ്റ് ഫാങ് വാലക്കാട്ടി ചെവിയൊക്കെ മടക്കി വളരെ ദയനീയമായി കരഞ്ഞുകൊണ്ട്, കാരണം ഇത്രയും നേരമായിട്ട് ഒന്നും കഴിച്ചിട്ടില്ല, അത് ഗ്രേ ബീവറുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു കഴിച്ചു. ഗ്രേ ബീവർ സെർവൻറ്റിനെ വിളിച്ചു. ഒരു പാത്രം ഇറച്ചി വൈറ്റ് ഫാങ്ങിനായിട്ട് പ്രത്യേകം കൊണ്ടുവന്നു. അതുകൊണ്ട് ഓടി വന്ന ബാക്കി നായ്ക്കൾക്കൊക്കെ ഗ്രേ ബീവറുടെ നല്ല അടിയും കിട്ടി. അങ്ങനെ ആ ഇറച്ചി മുഴുവൻ കഴിച്ച് ഗ്രേ ബീവറുടെ കൽച്ചുവട്ടിൽ വൈറ്റ് ഫാങ് കിടപ്പായി.